രാജ്യത്തിൻ്റെ നേരിട്ടുള്ള നികുതി വരുമാനത്തിൽ 24% വർധനവ്. 2024-25 സാമ്പത്തിക വർഷത്തെ നേരിട്ടുള്ള നികുതിയിലാണ് വർധനവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 8.13 ലക്ഷം കോടിയാണ് ഈ വർഷം ഇതുവരെയുള്ള പ്രത്യക്ഷ നികുതി വരുമാനം. 22.5% അന്തിമ നികുതി വരുമാനത്തിലെ വർധന. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുകയാണ്. ഐസൺ, നമ്മുടെ നികുതിയിലുള്ള വർധനവിൻ്റെ കണക്കുകളാണല്ലോ പുറത്തു വരുന്നത്. 24% വർധനവ് ഈ സാമ്പത്തിക വർഷം ആണ് ഇത് രേഖപ്പെടുത്തുന്നത്. 8.13 ലക്ഷം കോടി. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും വിനോദ്, ഈ സാമ്പത്തിക വർഷം ഇന്നുവരെ, അതായത് ഓഗസ്റ്റ് വരെയുള്ള കണക്കുകളാണ് ഇപ്പോൾ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സിന്റെ വിശദീകരണങ്ങളായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വർഷത്തെ ഗ്രോസ് നികുതി, അതായത് റീഫണ്ടിന് മുൻപുള്ള നികുതി, സാങ്കേതികമായ റീഫണ്ടുകൾ നൽകുന്നതിന് മുൻപുള്ള നികുതി വരുമാനം 8.13 ലക്ഷം കോടിയാണ്. ഇത് 24% വർധനവ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേ കാലയളവിൽ, അതായത് ഏപ്രിൽ 1 മുതൽ ഇന്ന് വരെയുള്ള കാലയളവിൽ ഉണ്ടായതിനേക്കാൾ 24% വർധനവാണ് ഗ്രോസ് ടാക്സേഷനിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും നെറ്റ് ടാക്സിലും, അതായത് റീഫണ്ടുകൾക്ക് ശേഷമുള്ള അന്തിമ നികുതി വരുമാനത്തിലും വൻ വർധനവ് ഉണ്ടായിട്ടുണ്ട്. അത് 22%-ലേറെ വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ഗ്രോസ് ടാക്സേഷൻ 6.55 ലക്ഷം കോടി രൂപയിൽ നിന്നാണ് 8.13 കോടിയിലേക്ക് എത്തിയത്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, ഈ നികുതി ഒഴിവാക്കുന്നത്, അതായത് നികുതി വെട്ടിപ്പ് തടയാനും നികുതി ഒഴിവാക്കുന്നത് കാര്യക്ഷമമായി നിയന്ത്രിക്കാനും സാധിച്ചതാണ് വൻ നികുതി വരുമാനത്തിന് സാധ്യത വർദ്ധിപ്പിച്ചത് എന്ന കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല, മറ്റു ഒരു പ്രധാന ഘടകം ഇത് വെൽത്ത് ടാക്സ്, അതുപോലെ തന്നെ ഇൻകം ടാക്സ്, ഗിഫ്റ്റ് ടാക്സ്, അത്തരത്തിലുള്ള നേരിട്ടുള്ള നികുതികളിലാണ് ഈ വർധന വന്നിരിക്കുന്നത്. സ്വാഭാവികമായും ഈ നികുതിയുടെ പരിധിയിലേക്ക് നിരവധി പേരെ ഉൾച്ചേർക്കാൻ സാധിക്കുന്നു. അതായത് എല്ലാ ഇടപാടുകാരെയും വരുമാനക്കാരെയും ഈ നികുതിയുടെ പരിധിയിലേക്ക് ഉൾച്ചേർക്കാൻ സാധിക്കുന്നു എന്നത് വലിയൊരു ഘടകമായി മാറുന്നുണ്ട്. മാത്രമല്ല, ഇത് കോർപ്പറേറ്റ് ടാക്സിന്റെയും അതുപോലെ തന്നെ ഓഹരി വിപണിയിലെ വരുമാനത്തിന്റെ ടാക്സിനെയും ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. സ്വാഭാവികമായും ഈ അടുത്ത ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ എത്തുന്നു എന്നറിഞ്ഞ ആ സാഹചര്യത്തിൽ ഓഹരി വിപണിയിലെ കുതിപ്പും ഇതിന്റെ ഒരു ഘടകമായി മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിലും തർക്കമില്ല. എന്ന് തന്നെയായാലും സാമ്പത്തിക സുസ്ഥിരാവസ്ഥയിലേക്ക് ഭാരതം നീങ്ങുന്നു എന്നതിന്റെ ഒരു തെളിവാണ് കൃത്യമായും നമ്മൾ നിരീക്ഷിച്ചാൽ ഈ നികുതി, പ്രത്യക്ഷ നികുതിയിലെ, അതായത് നേരിട്ടുള്ള നികുതിയിലെ വർധനവ് എന്ന കാര്യത്തിലും തർക്കമില്ല. വിനോദ്, തീർച്ചയായും നമ്മുടെ നികുതി വരുമാനത്തിൽ വലിയ വർധനവ് വന്നിരിക്കുന്നു. 24% വരെ വർധനവ് വന്നിട്ടുണ്ട്. കണക്കുകൾ സഹിതം വെളിപ്പെടുത്തുകയായിരുന്നു ഐസൺ ജോസ്.